بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മക്കയുടെ ചരിത്രമാണ്. കഴിഞ്ഞ ആഴ്ച മദീനയുടെ ചരിത്രമാണ് ചെറിയ രീതിയിൽ സൂചിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മക്കയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു, മദീനയുടെ ചരിത്രം ഇസ്ലാമികപരമായിട്ട് ആരംഭിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വന്നത് മുതലാണ്. പക്ഷെ മക്കയുടെ ചരിത്രം, കഅബയുടെ ചരിത്രം അതാരംഭിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ മുമ്പെയാണ്. മക്ക, ഖുർആനിൽ മക്കക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ പേരുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് മക്ക എന്നുള്ളതാണ്. സൂറത്തുൽ ഫത്ഹിന്റെ 24-ാമത്തെ ആയത്ത്, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വഅയ്ദിയകും അൻഹും ബിബത്നി മക്ക. മക്കത്തെ മുശ്രിക്കീങ്ങളെയും സഹാബാക്കളെയും സംബന്ധിച്ചുള്ള ചർച്ചയാണ് സൂറത്തുൽ ഫത്ഹ്. അവിടെ അള്ളാഹു വ്യക്തമായിട്ട് മക്ക എന്ന പേരെന്നെ മക്കക്ക് പറഞ്ഞു, ബിബത്നി മക്ക. ഖുർആൻ അങ്ങനെ തന്നെ വന്നു. രണ്ടാമത്തെ ഒരു പേര് ബക്കത്ത്. ഖുർആനിൽ മക്കയെ സംബന്ധിച്ച് വന്ന രണ്ടാമത്തെ പേര് ബക്കത്ത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. ബക്കയിലുള്ള ആദ്യത്തെ ഭവനം. ഈ രണ്ട് പേരും ഖുർആനിൽ വന്നതാണ്, മക്ക, ബക്ക. മൂന്നാമത്തേത് ഖുർആനിൽ വന്നൊരു പേരാണ് ഉമ്മുൽ ഖുറ. മക്കയെ സംബന്ധിച്ച് വന്ന പേരാണ്. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആന. അപ്രകാരം നാം താങ്കൾക്ക് ഖുർആൻ വഹ്യായി നൽകിയിരിക്കുന്നു. എന്തിന്? ലിതുൻദിറ, താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ വേണ്ടിയിട്ട്. ഉമ്മൽ ഖുറ, മക്കക്കാർക്ക്. വമൻ ഹൗലഹ, അതിന് ചുറ്റുമുള്ള സ്ഥലം, അഥവാ ലോകം മുഴുവൻ. ഇപ്പൊ മക്കയാണ് എന്ത്? അച്ചുതണ്ട്, നടുക്ക് മക്കയാണ്. അതാണ് ഉമ്മൽ ഖുറ. ഉമ്മൽ ഖുറയുള്ള മക്കക്കാർക്ക്, അതുപോലെ തന്നെ വമൻ ഹൗലഹ, അതിന് ചുറ്റുമുള്ള ആൾക്കാർക്കുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അഥവാ റസൂൽ വന്നത് ആരിലേക്കാണ്? ഇല കാഫത്തിൻ നാസി, മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. അപ്പൊ ഉമ്മുൽ ഖുറ എന്ന പേരും മക്കയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തത് അൽ ബലദുൽ അമീൻ, സുരക്ഷിതമായ നാട്, സമാധാനത്തിന്റെ നാട്. അൽ ബലദുൽ അമീൻ, സൂറത്തുൽ ബലദിൽ, വഹാദൽ ബലദിൽ അമീൻ. മക്കയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഞ്ചാമത്തത് അൽ ബൈത്തുൽ അതീഖ്. മക്കയെ സംബന്ധിച്ചും അഭിപ്രായമുണ്ട്. തുമ്മൽ യഖ്ലു തഫസഹും വൽയൂഫു നുദൂറഹും വല്ലത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്. ഈ പേരും വന്നിട്ടുണ്ട്. ആറാമത്തൊരു പേര് മസ്ജിദുൽ ഹറാം. മക്കക്ക് മുഴുവൻ മസ്ജിദുൽ ഹറാം എന്ന പേര് പറയും. അതിന് പണ്ഡിതന്മാർ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ആയത്ത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വാക്കാണ്, മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ യാത്ര നടത്തുന്ന ആ രാത്രി ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു.
ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട് ഹറമിന്റെ പുറത്താണ്. അപ്പൊ ഈ ആയത്താണ് തെളിവെന്തിന് മക്കൾക്ക് അൽ മസ്ജിദുൽ ഹറാം എന്ന് പേര് പറയപ്പെടും. അങ്ങനെ 6ഓളം പേരുകൾ മക്കയെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, ബലദുൽ അമീൻ, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം, ബൈത്തുൽ അതീഖ്. 6ഓളം പേരുകൾ. അടുത്തത് ഇതാണ് മക്കയുടെ പേര്. അടുത്തത് ഫദ്ലു മക്ക, മക്കക്കുള്ള ശ്രേഷ്ഠത. നമ്മൾ കഴിഞ്ഞ ആഴ്ച മദീനയുടെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മക്കക്കും ചില ശ്രേഷ്ഠതകൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ്? കഅബയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഭൂമിയാണ് മക്ക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. കഅബയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. കഅബ എന്തിനുള്ളതാണ്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, അത് അല്ലാഹു സ്ഥിതി ചെയ്യാൻ തിരഞ്ഞെടുത്തത് മക്ക എന്ന മണ്ണിനെയാണ്. അത് മക്കയുടെ ഏറ്റവും വലിയ ഫضലാണ്. രണ്ടാമത്തത്, മക്കയിലാണ് ആദ്യത്തെ പള്ളി. പള്ളി എന്ന് വെച്ചാൽ കഅബ. ഒരു ഹദീസ്, സഹീഹ ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹാബി പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർളി. ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ പള്ളിയെ സംബന്ധിച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ഖാല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, കഅബ. ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറാം. ഖുൽതു സുമ്മ അയ്യ. ഞാൻ വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ രണ്ടാമത്തേതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ. രണ്ടാമതായിട്ട് ഈ ഭൂമി ലോകത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി മസ്ജിദുൽ അഖ്സ. ഖുൽതു കം ബൈനഹുമ. സഹാബിയുടെ മൂന്നാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലെ ഈ രണ്ട് പള്ളികൾ നിർമ്മിക്കപ്പെടുന്നതിനിടയിൽ എത്ര വ്യത്യാസമുണ്ട്, എത്ര വർഷം വ്യത്യാസമുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ആമ, 40 വർഷം വ്യത്യാസത്തിലാണ്. അപ്പൊ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അതിന് അല്ലാഹു തിരഞ്ഞെടുത്ത ഭൂമി മക്ക എന്നുള്ളതാണ്. അത് മക്കയുടെ ഏറ്റവും വലിയ ഫضലാണ്. അടുത്തത് മസ്ജിദുൽ ഹറാമിൽ അതിന്റെ ശ്രേഷ്ഠത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ. മദീനത്തെ പള്ളിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മസ്ജിദുൻ നബവിയെ സംബന്ധിച്ച്, എൻ്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം, മസ്ജിദുൻ നബവിയിലുള്ള നിസ്കാരം, ഒരു നിസ്കാരം 1000 നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴിച്ചു. മസ്ജിദുൽ ഹറാമിന്റെ പ്രത്യേകത എന്താണ്? അഫ്ളലു മിൻ മിഅതി അൽഫി സ്വലാത്തിൻ, 1,00,000 നിസ്കാരത്തേക്കാൾ പ്രതിഫലമുള്ളതാണ്. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ആലോചിച്ച് നോക്കിയേ, അത്രയും വലിയ ഫضൽ മസ്ജിദുൽ ഹറാമിനുണ്ട്. അടുത്തത്, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് എന്ത്? ഹജ്ജ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത സ്ഥലം മക്ക. മക്കത്താണ് ഹജ്ജിന്റെ എല്ലാ അമലുകളും ഉള്ളത്. അറഫ, മുസ്ദലിഫ, മിന, ഇതൊക്കെ മക്കത്താണ്. അതിന് ജംറയിൽ എറിയൽ ഒക്കെ മക്കയുടെ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും മക്കത്താണുള്ളത്. അടുത്തത്, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മക്കയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ദഅവത്തിന്റെ ആരംഭ കാലഘട്ടം. എങ്ങനെയൊക്കെയോ ജീവിച്ചു, ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന് തോന്നിയപ്പോൾ റസൂല് അനുവാദം ലഭിച്ചു. സഹാബാക്കളൊക്കെ മദീനത്തേക്ക് ഹിജ്റക്ക് പറഞ്ഞേക്കാൻ, റസൂലൊക്കെ ഓരോരാളെയും പറഞ്ഞേക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ കാത്തിരിക്കാൻ അനുവാദം കിട്ടാൻ. അവസാനം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അനുവാദം കൊടുത്തു. മക്കയെ വേർപിരിയാൻ അള്ളാഹുവിന്റെ റസൂലിന് തീരെ മനസ്സില്ല, മക്ക വിട്ടു പോകാൻ. പക്ഷെ നിവൃത്തിയില്ല. അള്ളാഹുവിന്റെ തൗഹീദിന് ഇതാക്കാൻ, അതിനുവേണ്ടി പടപൊരുതാൻ മക്കയിൽ സാധ്യമല്ല. ആ അവസ്ഥയിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി മക്ക വിട്ടു പോകാൻ ഇറങ്ങാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലെത്തി. അവിടുന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ നടന്ന്
പട്ടണങ്ങൾ കഴിഞ്ഞ് ഒരു പ്രാന്ത പ്രദേശത്ത് അള്ളാഹുവിന്റെ റസൂൽ എത്തി. അവിടുന്ന് കഅബയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്നു രാത്രിയുടെ മറവിൽ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്. കഅബയെ നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നകി ലഖൈറു അർദില്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലം നീയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം നീയാണ്. സഹീഹായ ഹദീസാണ്. അപ്പൊ അതിനേക്കാൾ ശ്രേഷ്ഠമായ വേറെ സ്ഥലം ഇല്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമില്ല. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഞാൻ ഈ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുമായിരുന്നില്ലെങ്കിൽ മാ ഖറജ്തു മിൻകി, നിന്നെ വിട്ട് ഞാൻ പോകില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അപ്പൊ ഇതും മക്കയുടെ ശ്രേഷ്ഠതയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഭൂമിയിൽ ഏറ്റവും ഖൈറായ സ്ഥലം, റസൂൽ നിൽക്കാൻ കൊതിച്ച സ്ഥലം. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജറ പോയി. പിന്നെ ഹിജറ 10-ാം വർഷം മക്ക കീഴടങ്ങി. പക്ഷെ റസൂലിന് തിരിച്ചു വരാൻ കൊതിയുണ്ട്. പക്ഷെ എന്തില്ല, ഏത് നാട്ടിൽ നിന്നാണോ ഹിജറ പുറപ്പെട്ടത് ആ നാട്ടിലേക്ക് തിരിച്ചുള്ള മടക്കം ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് മക്കത്തേക്ക് തിരിച്ചു വരാതിരുന്നത്, അത്രയും പ്രിയപ്പെട്ടതായിട്ടും. വേറൊരു ഹദീസ് ഖുർആനിൽ അല്ലാഹു പറയാണ്, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. മക്കയിൽ ആരെങ്കിലും എന്തെങ്കിലും അക്രമം ചെയ്യാൻ തീരുമാനിച്ചാൽ, യുരിദ് അറാദ യുരിദ് എന്ന തീരുമാനിക്കുക, ആരെങ്കിലും മക്കയിൽ ഒരു അക്രമം, ഒരു ഉപദ്രവം മക്കൾക്ക് ഉണ്ടാക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ, നുദിഖുഹു, ഞാൻ അവനെ രുചിപ്പിക്കും, ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ഞാൻ അവനെ രുചിപ്പിക്കും. എപ്പോ? ദുൽമ് ചെയ്താലല്ല, ദുൽമ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ പറയാം, വമുജറദുൽ ഇറാദത്തി ലിദ്ദുൽമി മൂജിബുൽ ലിൽഅദാബ്. മക്കയിൽ കുഴപ്പമുണ്ടാക്കാൻ തീരുമാനിക്കൽ തന്നെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. ആ തീരുമാനം മതി, അള്ളാഹിന്റെ ഭാഗത്ത് ശിക്ഷ ഉണ്ടാവും. അത് മക്കയുടെ ഫضലായിട്ടാണ് സഹാബാക്കളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും കണ്ടത്. ഇത്രയും ശ്രേഷ്ഠത ചുരുക്കി പറഞ്ഞതാണ്. ധാരാളം ഹദീസുകളിൽ വ്യത്യസ്തമായ രീതിയിൽ മക്കയുടെ ഫضലുകൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, മക്കയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ അറിയേണ്ടതും നമ്മുടെ അമലുകളുമായി ദീനുമായി ബന്ധമുള്ള മക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്ന് മസ്ജിദുൽ ഹറാം, അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ് കഅബ. പിന്നെ ഗാറു ഹിറ, ഹിറ ഗുഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ സ്ഥലം. പറയുന്നത് എന്താണ്, അവിടെ സന്ദർശിക്കൽ മശ്റൂ ആണെന്നോ അത് സന്ദർശിക്കൽ സുന്നത്താണോ എന്നല്ല, ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു സ്ഥലം. അതുപോലെ തന്നെ ഗാറു സൗർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ഹിജറ പോയി 3 ദിവസം ഒളിച്ചു താമസിച്ച ഗുഹ, ഗാറു സൗർ. നാലാമത്തത് മഖ്ബറത്തുൽ മുഅല്ല, മക്കയിലെ ഖബർസ്ഥാൻ. ഖദീജ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കള് അധികവും അവിടെയാണ് മറമാടപ്പെട്ടത്. പിന്നെ 5 അറഫ. അറഫ നമ്മളെ ഹജ്ജുമായിട്ടാണ് ബന്ധം. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അറഫക്ക് ശ്രേഷ്ഠതയുള്ളൂ. ആ ഒരു ദിവസം കഴിഞ്ഞാൽ അറഫ എന്താണ്, സാധാരണ സ്ഥലമാണ്. അതാണ് അള്ളാഹിന്റെ ഹിക്മത്ത്. ആർക്കും അതിലൊരു കൈകടത്താനും കഴിയില്ല. ദീൻ അള്ളാഹിൻ്റെതാണ്, അള്ളാഹ് തീരുമാനിക്കും. റസൂലിന് പോലും അതിൽ കൈകടത്താൻ ഒരു അധികാരമില്ല. വർഷത്തിൽ ഒരു ദിവസം, അതാണ് രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫക്ക് സ്ഥാനം. അവിടെ ഒരു സെക്കൻഡ് നിന്നിട്ടില്ലെങ്കിൽ, ഒരു സെക്കൻഡ് പോലും അവിടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അവന്റെ ഹജ്ജ് ബാത്തിലാണ്. അത് കഴിഞ്ഞാലോ ഒരു ഫضലത്തിനില്ല, സാധാരണ സ്ഥലം. അതാണ് അറഫ. 6 മിന, ഒക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. മിന, മുസ്ദലിഫ, ജംറാത്ത് എറിയുന്ന സ്ഥലങ്ങൾ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതായി പറയപ്പെടുന്ന സ്ഥലം, വീട്. പിന്നെ സഫ, മർവ, പിന്നെ മാഉ സംസം. ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് കഅബ. നമ്മൾ പറഞ്ഞു, ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം കഅബയാണ്. കഅബ ആരാ ഉണ്ടാക്കിയത്? പണ്ഡിതന്മാർക്കിടയിൽ 3 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണുള്ളത്. ശ്രദ്ധിക്കണം. കഅബ നിർമ്മിച്ചതിൽ പ്രധാനമായും 3 അഭിപ്രായങ്ങളാണ്. ഒന്ന്,
കഅബ അള്ളാഹു തന്നെ നിർമ്മിച്ചതാണ്. അള്ളാഹു തന്നെ കഅബ നിർമ്മിച്ചതാണ്. അതിന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്ന ആയത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വെക്കപ്പെട്ട ആദ്യത്തെ ഭവനം. സാധാരണ നമ്മൾ നിർമ്മിക്കുന്നതിന് ബന എന്ന വാക്കാണ് അറബിയിൽ ഉപയോഗിക്കുക. ബന, നിർമ്മിക്കുക, അഥവാ ഓരോ പടുക്കളായിട്ട് ഓരോ ഇഷ്ടികളായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് അടുക്കി വെച്ച് നിർമ്മിക്കുന്നതിനാണ് ബന എന്ന് പറയാം. അള്ളാഹ് ഇവിടെ വെച്ചത് വലാ എന്നാണ്. വലാ എന്നാണ് ഒറ്റയടിക്ക് വെക്കലാണ്. അപ്പൊ അള്ളാഹു ഒറ്റയടിക്ക് ഉണ്ടാക്കിയതാണ് എന്ത് കഅബ എന്നാണ് പണ്ഡിതന്മാരുടെ ഒരഭിപ്രായം. അള്ളാഹു നിർമ്മിച്ചതാണ്. രണ്ടാമത്തത് ബനാഹ അൽ മലായിക. രണ്ടാമത്തെ അഭിപ്രായം മലക്കുകളാണ് കഅബ നിർമ്മിച്ചത്. അതിനൊരു ചരിത്ര ഇതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മലക്കുകളോടുള്ള പറയാണ് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഒരു ഖലീഫയെ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോവാണ്, നിർമ്മിക്കാൻ പോവാണ്. അപ്പം മലക്കൾ ചോദിച്ചു ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അല്ലാഹുവേ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണോ നിങ്ങൾ അള്ളാഹു നിർമ്മിക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നമ്മളുണ്ട് നിനക്ക് എപ്പോഴും അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും അള്ളാഹു നമ്മളുണ്ട്, നീ എന്തിനാണ് പിന്നെ നിർമ്മിക്കുന്നത്? അള്ളാഹു പറയുമ്പോഴേക്ക് മലക്കൾ തിരിച്ചു ചോദിച്ച ചോദ്യമാണിത്. മലക്കൾ പെട്ടെന്ന് ഖേദിച്ചു. വലിയ അപരാധമാണ് ചെയ്തത്. അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിന് അങ്ങോട്ട് മറുപടി പറഞ്ഞു. മലക്കൾ ഖേദിച്ചു, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി. അതിന്റെ പ്രായച്ചിത്തം എന്നോണം അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കാൻ കൽപ്പിച്ചു. അതാണ് ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂറിന്റെ പ്രത്യേകത, ഒരു ദിവസം 70,000 മലക്കുകൾ അതിലേക്ക് കയറി പോകുന്നു. ആ പോയ മലക്കുകൾ തിരിച്ചു വരുന്നില്ല. അത് ഓരോ ദിവസവും ആവർത്തിക്കുന്നു. അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവും? 70,000 മലക്കളാണ് ഒരു ദിവസം കയറി പോകുന്നത്. ആ കയറിയ മലക്കളൊന്നും തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഓരോ ദിവസം അതിലേക്ക് മലക്കൾ കയറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ബൈത്തുൽ മഅമൂർ. അത് നിർമ്മിച്ചു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാഇനോടും സ്വർഗത്തിൽ താമസിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. എല്ലാം അള്ളാഹിന്റെ ഖദർ, അള്ളാഹിന്റെ തീരുമാനം, ഖളാ. ശൈത്താനെ പിടിയിൽപ്പെട്ടു, അവിടുന്ന് നിരോധിക്കപ്പെട്ട പഴം ഭക്ഷിച്ചു. അതിന്റെ ശിക്ഷ എന്നോണം അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലെത്തിയ ആദം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത പ്രയാസം, ബുദ്ധിമുട്ട്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മലക്കുകളോട് അള്ളാഹു ബൈത്തുൽ മഅമൂറിന്റെ നേരെ താഴെ കഅബ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മലക്കുകൾ ആ കഅബ നിർമ്മിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം ആ കഅബക്ക് തവാഫ് ചെയ്യും. ആ തവാഫ് ചെയ്യുന്ന സമയം സ്വർഗത്തിലുള്ള ബൈത്തുൽ മഅമൂറിന്റെ ഓർമ്മ വരും. അപ്പൊ മനസ്സിന് വല്ലാത്ത പ്രയാസം. അപ്പൊ ആ പ്രയാസം നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ല് അള്ളാഹു മലക്കുകളോട് അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞത്. അപ്പൊ അത് കാണുമ്പോൾ സ്വർഗത്തിലെ കല്ലാണ് ഹജറുൽ അസ്വദ്, സ്വർഗത്തിലുള്ള കല്ലാണ്. അത് ആ മലക്കുകൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയം അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കറുത്തത് എന്താണ്? ആദം സന്തതികളുടെ പാപക്കറകൾ വലിച്ചെടുത്തിട്ടാണ് ആ കല്ല് കറുത്തതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗം ഓർമ്മ വരുമ്പോൾ അത് കാണാൻ, അങ്ങനെയാണ് ആ ഹജറുൽ അസ്വദ് ഇറക്കി കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ സ്ഥാനത്ത് അത് നിർമ്മിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ അഭിപ്രായം, മലക്കുകളാണ് കഅബ നിർമ്മിച്ചത്. ആ മലക്കുകൾ നിർമ്മിച്ച കഅബ പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നു. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 ഖുറൂൻ, 10 തലമുറയാണ്. 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. അതിന്റെ മുമ്പ് ഇദ്രീസ്, ഷീസ് നബിമാർ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നു. ആ ചരിത്രം അറിയുന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തു. 950 വർഷം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഖുർആന്റെ വാക്ക്. ടോട്ടൽ 80ഓളം ആൾക്കാരെയാണ് മുസ്ലിമായിട്ട് കിട്ടിയത്. 80ഓളം ആൾക്കാർ.
അതിൽ 4 മക്കളും, 3 മക്കളും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ 4 മക്കളുണ്ടായിരുന്നു. അതിൽ 3 ആൾക്കാർ കപ്പലിൽ കയറിയിരുന്നു. അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു. ആ വെള്ളപ്പൊക്കത്തിൽ കാബ കേടുപറ്റി. കാബ ഒന്നുമല്ലാത്ത രീതിയിൽ തകർന്നു. അതിന് ഏതാനും ചില അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയാകുന്ന രീതിയിൽ കാബ തകർന്നപ്പെട്ടു. ആ ഹജറുൽ അസ്വദ്, അന്ന് മക്ക 2 മലകളായിരുന്നു. കൈഖാൻ, അതുപോലെ തന്നെ ജബൽ അബി ഖുബൈസ് എന്നീ 2 മലകളാൽ ചുറ്റപ്പെട്ടതാണ് മക്ക. ഈ 2 വലിയ മലകളാണ്. അപ്പൊ ഈ ഹജറുൽ അസ്വദ് ആ സമയത്ത് എവിടെ നിന്ന് വീണു? ജബൽ അബി ഖുബൈസ് എന്ന മലമുകളിൽ പതിച്ചു. അവിടെ മണ്ണിന്റെ അടിയിലേക്കായി. ആ ജബൽ അബി ഖുബൈസ് എന്ന മലക്ക് ആ പേര് കിട്ടാൻ തന്നെ കാരണം ഈ ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടായതുകൊണ്ട്. ഹജറുൽ അസ്വദിന് ആ സമയത്ത് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ഖബസ് എന്ന് പറഞ്ഞാല് ദീപം എന്നർത്ഥം. വിളക്കുമാടം, ദീപം, സ്വന്തം പ്രകാശിക്കുന്ന. അതോ ആ ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഒരു ചെറിയ പ്രകാശം. അങ്ങനെയാണ് ജബൽ അബി ഖുബൈസ് എന്ന് ആ മലക്ക് പേര് വന്നത്. അതവിടെയായി. കാബയുടെ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയാകുന്ന രീതിയിൽ പൂർണ്ണമായും കാബ തകർക്കപ്പെട്ടു ആ വെള്ളപ്പൊക്കത്തിൽ. പിന്നീട് അത് ഉയർത്തുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് വരുന്ന ചരിത്രം, കാബ നിർമ്മിക്കുന്ന ആ ചെറിയ ചരിത്രം. മക്കയിൽ ആൾത്താമസം ഉണ്ടായിരുന്നില്ല. കുസും ഗോത്രം, അറബികളിൽപ്പെട്ട കുസും ഗോത്രക്കാരാണ് മക്കയിൽ താമസിച്ചിരുന്നത്. അവിടെ വെള്ളമില്ല, ജീവിക്കാൻ വലിയ പ്രയാസമുള്ള സ്ഥലമാണ് മക്ക. അങ്ങനെ അവർ പോകും, പിന്നീട് തിരിച്ചു വരും, പിന്നെ പോകും. അതിനുശേഷം ജുർഹും ഗോത്രം, ഈ 2 ഗോത്രങ്ങളാണ് മക്കത്ത് താമസിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് ഇറാഖിലെ ബാബിലിലെ ഊർ എന്ന പട്ടണത്തിലാണ്. ഊർ എന്ന ഗ്രാമം, ബാബിൽ, ഇറാഖില്. അവിടുന്നാണ് ദഅവത്ത് ചെയ്തു. പിന്നെ മിസ്റിലേക്ക് വന്നു. മിസ്ർ അടുത്ത രാജാവുമായിട്ട് ചില പ്രശ്നങ്ങൾ നടന്നു. അങ്ങനെ ഭാര്യ സാറക്ക് അവിടുത്തെ മിസ്റിലെ രാജാവാണ് ഹാജറിനെ ഹദിയായിട്ട് നൽകുന്നത്. അങ്ങനെ ഹാജറിനെയും കൂട്ടിയിട്ട് സാറ ഇറാഖിലേക്ക് വന്നു. അവിടെ താമസിക്കുന്നതിനിടയിൽ ഹാജറിനെ സാറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ചു. ഷാമിൽ വെച്ചാണ് അവരുടെ വിവാഹം നടക്കുന്നത്. ഹാജർ ഗർഭിണിയായി. ആദ്യത്തെ ഭാര്യ സാറ ഗർഭിണിയായിരുന്നില്ല, ഹാജറ ഗർഭിണിയായി. സ്വാഭാവികമായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും, സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഭാര്യയ്ക്ക് എന്ത് ചെയ്തു? പ്രയാസം വന്നു. കാണാൻ കഴിയുന്നില്ല, പ്രയാസം തോന്നുന്നു. അപ്പൊ ആ ഒരു ഗർഭിണിയുടെ ആ അടയാളം മറക്കാൻ വേണ്ടിയിട്ടാണ് ഹാജർ ആദ്യമായിട്ട് വലിയ വസ്ത്രം ധരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ വസ്ത്രം ധരിച്ചത് ഹാജറാണ്. അതോ നിലത്തിങ്ങനെ വലിച്ചെഴിയുന്ന രീതിയിൽ വലിയ വസ്ത്രം ധരിച്ചത് ഹാജറാണ്. എന്തിന്? ഈ ഗർഭത്തിന്റെ അടയാളം സാറയിൽ നിന്നും മറക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് പരസ്പരം വലിയ പ്രശ്നങ്ങളായി. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജറിനെ സാറയിൽ നിന്നും മാറ്റി മക്കയിൽ കൊണ്ട് താമസിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചത്. അങ്ങനെയാണ് ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ എത്തുന്നത്. മക്കയിൽ വന്ന് ജബൽ അബി ഖുബൈസ് മലയുടെ താഴ്വരയിലാണ് നിന്നത്. അവിടെ വെച്ചിട്ട് മരത്തിന്റെ തണലിലാണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ ഇരുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നടന്നു. അന്ന് മക്കയിൽ ആരുമില്ല, ഒരു ജീവജൗരുമില്ല. കാരണം മക്കയിൽ വെള്ളമില്ല. വെള്ളമുള്ളിടത്ത് എന്തായാലും ആൾ താമസം ഉണ്ടാവും. മക്കയിൽ വെള്ളമില്ല, കൃഷിക്ക് യോജ്യമായ സ്ഥലമല്ല. അവിടെ ആക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ നടന്നു. അപ്പം ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? നഅം എന്ന മറുപടി. തിരിഞ്ഞു നോക്കിയിട്ടില്ല, നഅം എന്ന മറുപടി പറഞ്ഞു. അപ്പം പിന്നിൽ നിന്ന് ഹാജർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ പാഴാക്കൂല. അതാണ് ഈമാൻ. ഹാജർ പ്രവാചകനൊന്നുമല്ല, സാധാരണ മനുഷ്യനാണ്, റസൂലിന്റെ ഭാര്യ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഒഴിവാക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചുപോയി. ഹാജർ അവിടെ നിന്നും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന് ദാഹിച്ചു.
ഹാജർ ഇങ്ങനെ നടക്കും, സഫ മർവ കുന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും കാണുന്നില്ല. ആ സമയത്ത് രണ്ടിൻ്റെ നടുഭാഗത്തുമ്പോൾ കുറച്ച് ഓടി. ആ ഓട്ടാണ് നമ്മൾ ഇന്ന് സഅയിൽ ഓടുന്നത്. അന്ന് ഓടിയത് പെണ്ണാണ്, പക്ഷെ ഇന്ന് ഓടുന്നത് ആണുങ്ങളാണ്. അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. അതിന്റെ പിറകിൽ അള്ളാഹിന്റെ ഹിക്മത്ത് നമുക്കറിയില്ല. അള്ളാഹു റസൂൽ ഓടാൻ പറഞ്ഞു, നമ്മൾ ഓടുന്നു. ആണുങ്ങളാണ് റസൂൽ ഓടാൻ പറഞ്ഞത്. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ആക്കിയല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ആക്കിയത് കഅബയുടെ അടുത്താണ്. ആ ജബൽ അബി ഖുബൈസ് എന്ന മലയുടെ അടുത്താണ്. ഇബ്രാഹിം നബി സ്വലമിന്റെ ആ ദുആ ഉണ്ടല്ലോ, അവിടെ ആക്കിയിട്ട് പോകുന്നത് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടാകുന്ന സമയത്ത് കഅബ പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നശിച്ചതാണ്. ഒരടയാളം പോലെ അവിടെ ഇല്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പേ കഅബ ഉണ്ട്, കാരണം മലക്കുകൾ ഉണ്ടാക്കിയതാണല്ലോ. അപ്പം ദുആണ് റബ്ബന അല്ലാഹുവ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ കുടുംബത്തിനായി താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷിക്ക് യോജ്യമല്ലാത്ത ഒരു മരങ്ങളോ പച്ചിലകളോ ഇല്ലാത്തൊരു താഴ്വരയിൽ, ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം, എവിടെ? നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുത്ത്. എവിടെയാണെന്നില്ല, അതിൻ്റെ അടുത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം താമസിപ്പിച്ചത്. അതാണ് ദുആ. അങ്ങനെ സഫ മർവന്റെ ഇടയിൽ ഇങ്ങനെ ഓടുന്ന സമയത്താണ് മകൻ ഇസ്മായിലിന്റെ കാലിൻ്റെ അടിയിൽ നിന്നും വെള്ളം വരുന്നത് കണ്ടത്. അതിന് വേറെ ചരിത്രമുണ്ട്. അപ്പോൾ ഓടി വന്നു, വെള്ളം സ്വന്തം കുടിച്ചു, മകനെ കുടിപ്പിച്ചു. പിന്നെയും വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് സംസം എന്ന വാക്ക് പറഞ്ഞു. സംസം എന്നുള്ളത് ഖിഫ് ഖിഫ് എന്നാണ് അർത്ഥം. ഖിഫ് നിൽക്ക് എന്നാണ് അർത്ഥം. അത് വെച്ചാൽ കിബിത്തിയാണല്ലോ, മിസ്രിലാണല്ലോ. ഇപ്പൊ കിബിത്തി ഭാഷയിൽ സംസം എന്നുള്ളത് അർത്ഥം എന്താണ്? നിൽക്ക്, സ്റ്റോപ്പ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മന ഹാജറ, നമ്മുടെ ഉമ്മ ഹാജറിന് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ലൗ ലം തഖുൽ സംസം ലകാനൽ ആൻ നഹ്റൻ യജ്രി, അന്ന് നമ്മുടെ ഉമ്മ ഹാജറ സംസം എന്ന വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് സംസം വെള്ളം ഒരു ഒഴുകുന്ന പുഴയാകുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അവിടെ നിന്നത് ആ ഒരു വാക്ക്. അങ്ങനെയാണ് സംസമിന് സംസം എന്ന് പേര് വന്നത്. കിബിത്തി ഭാഷയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ച് ഇറാഖിലേക്ക് പോയി. പിന്നെ ഇടയ്ക്ക് മകനെ കാണാൻ വരും, പിന്നെ പോവും, പിന്നെ വരും. അങ്ങനെ അവർ വന്നപ്പോഴാണ് അറക്കാൻ കൽപ്പിക്കുന്നത്. അത് പിന്നെ പറയാം, അറക്കാൻ കൽപ്പിക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിമും മകൻ ഇസ്മായിലും കഅബയെ വീണ്ടും പണി കഴിപ്പിക്കുന്നത്. അതാണ് മൂന്നാമത്തെ അഭിപ്രായം. കഅബനെ വീണ്ടും പണിയെടുക്കുക. ഒരിക്കലും ആദ്യമായിട്ട് കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അല്ല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഈ ചുമരിനാന്ന് പറയാം. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഈ ചുമര്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിയത് എന്താണ്? ചുമരാണ്, അടിത്തറയല്ല. അടിത്തറ അവിടെ മണ്ണിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. അത് കണ്ടെത്തി അതിന്റെ മോൾ പണിതുയർത്തു. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ചത്. ഇബ്രാഹിമും മകൻ ഇസ്മായിലും ബൈത്തിന്റെ കഅബയുടെ ആ പടി ഉയർത്തിയപ്പോൾ ഒരു ദുആ ചെയ്തു. പണിയൊക്കെ പൂർത്തിയായിട്ട് ദുആ ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. നമുക്ക് വലിയ മാതൃക ഉണ്ട് ആ വാക്കിൽ. നമ്മളൊരു വലിയ കാര്യം ചെയ്തു, ഒരു ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്താ ബാക്കി അള്ളാഹുലേക്കാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. അള്ളാഹു തട്ടിക്കളഞ്ഞാൽ വൃഥാവിലായി ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ റഹ്മത്താണ്. അള്ളാഹിന്റെ ചെയ്തത് കൊണ്ട് എനിക്ക് താന്ന് പറയാൻ കഴിയുമോ? അതുമില്ല. അള്ളാഹു ചെയ്യും, എന്തില്ല, ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ദുആ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നു, റബ്ബന തഖബ്ബൽ മിൻ, അള്ളാഹുവെ സ്വീകരിക്കും. എന്ത് ചെയ്താൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകയാണ്. ഇതാണ് കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബ ഈ കാണുന്ന ചതുരാകൃതിയിലായിരുന്നില്ല. ചതുരം വന്നു, പിന്നെ അവസാനം ഇതാണ്, റൗണ്ടാണ്. 3 ഭാഗത്ത് നേരെ, 4ാമത്തെ ഒരു ഭാഗം റൗണ്ടിലാണുള്ളത്.
ആ രൂപത്തിലാണ് കാബ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് ഉയർത്തിയത്. പിന്നീട് ഖുറൈശികളുള്ള കാലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് അല്ല, ജനനത്തിന് മുമ്പല്ല, ശേഷം തന്നെയാണ്. റസൂലിന്റെ ജനനത്തിന് ശേഷം മക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ സമയത്ത് കഅബക്ക് കേടുപാടുകൾ പറ്റി. പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല, കഅബക്ക് കേടുപാടുകൾ പറ്റി. ചില ഭാഗം പൂർണ്ണമായും നശിച്ചു. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുക്കുന്ന സമയം കഅബക്ക് 2 വാതിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന വാതിലുണ്ടല്ലോ, അതൊന്ന്, അതിൻ്റെ നേരെ പിറകു വശത്ത് വേറൊന്ന്. അതിൻ്റെ അടയാളം ഇന്ന് കാണാം. ഇനി പോയാൽ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ അടയാളം അവിടെ ഉണ്ട്, അലാമത്തുണ്ട്. കഅബയുടെ നേരെ എതിർവശം, ഇന്നുള്ള വാതിലുള്ള നേരെ എതിർവശം. അപ്പം 2 വാതിലുണ്ടായിരുന്നു. അന്ന് ആ വാതിലൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചു. ഖുറൈശികൾ എന്ത് ചെയ്തു? അങ്ങനെ ആ നശിച്ചിട്ട് കുറേ ഇത് കഴിഞ്ഞു, നമുക്ക് പുതുക്കി പണിയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്തു? ഒരു ദിവസം ഒരുമിച്ച് കൂടി, നമുക്ക് കഅബ പുതുക്കി പണിയണം. അവർ ഒരു ശപഥം ചെയ്തു, കഅബ പുതുക്കി പണിയുന്ന സമയം നമ്മൾ ഹറാമായ സമ്പത്ത് ഒരിക്കലും ഉപയോഗിക്കില്ല. സഹിഹായ ചരിത്രമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഖുറൈശികൾ എന്തല്ല, ഈ നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയെ പോലെ അല്ല, മറിച്ച് പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു. ഏതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ തൗഹീദിലായിരുന്നു, പിന്നീട് അവരിലേക്ക് ശിർക്ക് വന്നതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ ജീവിച്ച ആ സമുദായത്തിലേക്ക് പിന്നീട് ശിർക്ക് കടന്നു വന്നതാണ്. അവർ പാരമ്പര്യ മുസ്ലിങ്ങളാണ്. ചരിത്രം അത് പറയാൻ നിന്നാലും തീരില്ല, വേറൊരു ഭാഗമാണ്, പിന്നീട് സംസാരിക്കുന്ന വിഷയം. അപ്പൊ അവർക്ക് അത്രയും ബഹുമാനം ഉണ്ടായിരുന്നു കഅബയോട്. അവര് ശപഥം ചെയ്തു, ഹറാമായ സമ്പത്തിൽ നിന്ന് ഒരിക്കലും കഅബക്ക് എടുക്കൂല. അങ്ങനെ ഹലാലായത് മാത്രം എടുത്തു അവർ പണി തുടങ്ങി. അങ്ങനെ ചതുരാകൃതിയിലെത്തി. ആ ഒരു റൗണ്ട് ഭാഗം അത് പൂർത്തീകരിക്കാൻ അവിടുത്തെ സമ്പത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? കഅബയുടെ വലിപ്പം കുറച്ചു, ആ ചതുരാകൃതിയിൽ മാത്രം കെട്ടി. അന്ന് ഖുറൈശികൾ എടുത്ത സമയത്ത് 5 വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. 5 അല്ല, 4 വ്യത്യാസങ്ങൾ. ഒന്ന്, ഖുറൈശികൾ എന്ത് ചെയ്തു? കഅബക്ക് മേൽക്കൂര ഉണ്ടാക്കിയത് ഖുറൈശികളാണ്. ആ വെള്ളപ്പൊക്കത്തിന് ശേഷം പുതുക്കി പണിയപ്പോഴാണ് കഅബക്ക് മേൽക്കൂര. അതിന് മുമ്പ് എന്തില്ല? മേൽക്കൂര ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത്, അതിൻ്റെ ഒരു വാതിൽ മാത്രമാക്കി 2ാമത്തെ വാതിൽ വേണ്ടാന്ന് വെച്ചു. അത് ഖുറൈശികൾ ചെയ്തതാണ്. അടയാളം ഇന്നുണ്ട്. മൂന്നാമത്തത്, ഖുറൈശികളുടെ വെള്ളപ്പൊക്കത്തിൽ കഅബ നശിക്കുന്ന സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത കഅബക്ക് വാതില് ഭൂമിയോട് ചേർന്നിട്ടാണ്. കഅബയുടെ വാതില് ഭൂമിയോട് ചേർന്നിട്ടാണ്. ഖുറൈശികൾ എന്ത് ചെയ്തു? ഒരാൾ പൊക്കത്തിൽ ആ വാതിലിനെ ഉയർത്തി, തറ ഉയർത്തി. എന്തിന്? ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാൽ വെള്ളം കയറാതിരിക്കാൻ, നശിക്കാതിരിക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ നിന്നാൽ ഇപ്പൊ നമ്മുടെ തൻ്റെ മുകളിലാണ് വാതിലുള്ളത്. ശരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത കഅബക്ക് വാതിൽ നിലത്തായിരുന്നു, നമുക്ക് തുറന്ന് കയറാൻ പറ്റും. ഈ പൊക്കിയതാരാണ്? ഖുറൈശികളാണ്. ഈ 4 കാര്യങ്ങളാണ് ഖുറൈശികൾ പുതുതായിട്ട് ആ കഅബക്ക് ഇതിന്റെ രൂപം മാറ്റിയത്. അതായത് മാറ്റിയത് എന്താണ്? ഹലാലായ സമ്പത്തില്ലാത്തത് കൊണ്ട് കഅബയെ ചുരുക്കിയതാണ്, മറ്റേത് അങ്ങനത്തെ ബാക്കി വെച്ചു. അപ്പൊ ഈ 5 വ്യത്യാസങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത കഅബയുടെയും പിന്നീട് ഖുറൈശികൾ എടുത്ത കഅബയുടെയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ കഅബ ഇപ്പം ഖുറൈശികൾ ഈ രൂപത്തിൽ പണിതല്ലോ. മൊത്തത്തിൽ കഅബക്ക് 5 പ്രാവശ്യം കഅബ എന്ത് ചെയ്തിട്ടുണ്ട്? പുതുക്കി പണി നടന്നിട്ടുണ്ട്. 1, മലക്കുകൾ നിർമ്മിച്ചു. 2, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നശിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കി. വയർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ്. അതിനുശേഷം വെള്ളപ്പൊക്കത്തിന് ശേഷം ഖുറൈശികൾ ഉണ്ടാക്കി, അത് ഈ ചതുര രൂപത്തിൽ. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹിജാസിലെ ഭരണാധികാരിയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കഅബനെ ഫുള്ള് തകർത്തു, ഫുള്ള് പൊളിച്ചു മാറ്റിയിട്ട് ഏത് രൂപത്തിലാക്കി? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത രൂപത്തിൽ കഅബയാക്കി. ഏത് വർഷം? ഹിജ്റ 60-ലാണ് ഹുസൈറുല്ലാൻ വഫാത്താകുന്നത്, ഷഹീദാണ് 61-ൽ. അതിനുശേഷം ഹുസൈറുല്ലാന്റെ അതിനുശേഷം
61 ശേഷം. അബ്ദുല്ലാഹിബ്നു സുബൈർ. അതിനുശേഷം ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ത് ചെയ്തു? അത് പൊളിച്ച് വീണ്ടും ഖുറൈശികളാക്കി ആ ചതുര രൂപത്തിലേക്ക് മാറ്റി. ആ ഹജ്ജാജ് അന്ന് ആ രൂപത്തിലാക്കിയത് കൊണ്ടാണ് ഇന്നും കഅബ ചതുരത്തിൽ വന്നത്. അന്ന് ഹജ്ജാജ് ബിൻ യൂസുഫ് അത് പൊളിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഏത് രൂപത്തിലുണ്ടായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ച ആ രൂപത്തിൽ നമുക്ക് കഅബ കിട്ടുമായിരുന്നു. അതിലൊരു ചരിത്രമുണ്ട്. അബ്ദുല്ലാഹ് സുബൈറിന്റെ വലിയ ചരിത്രമുണ്ട്. നമ്മള് അൽ അബാദുൽ ഹംസ എന്നറിയപ്പെടുന്ന സഹാബാക്കളുണ്ട്. അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ്, അബ്ദുല്ലാഹിബിൻ ജഅഫർ ബിൻ അബി ത്വാലിബ്. ഈ 5 സഹാബാക്കൾ ചെറുപ്പക്കാരാണ്. 5 ആൾക്കാരും ചെറുപ്പക്കാരാണ്. അൽ അബാദിലത്തുൽ ഹംസ എന്നാണ് ഇവർ അറിയപ്പെടുക. ഇവർ എന്ത് ചെയ്തു? ഒരിക്കൽ ഒരുമിച്ച് കൂടി, ചെറിയ പ്രായത്തിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അബ്ദുല്ലാഹിബിൻ സുബൈർ അല്ലാതെ ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹിജാസിന്റെ ഭരണാധികാരി ആകണം. എന്നിട്ട് കഅബ പൊളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ രൂപത്തിൽ എനിക്ക് കഅബ പണിയണം. ദുആ ചെയ്തു. അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണം. എന്നേക്കാൾ ഇൽമുള്ള ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല ഖുർആന്റെ വിഷയത്തിൽ. അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ ദുആ. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് നിന്റെ റസൂലിനെ പിൻപറ്റണം, ഇത്തിബാ ചെയ്യണം. എന്നേക്കാൾ റസൂലിനെ ഇത്തിബാ ചെയ്യുന്ന ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹിബിൻ ജഅഫർ നബി ത്വാലിബ് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് നീ സമ്പത്ത് നൽകണം. ആ സമ്പത്ത് കൊണ്ട് ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. 4 സഹാബാക്കളുടെ 4 ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ദുആവും സ്വീകരിച്ചു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ആ സ്ഥാനത്തെത്തി. അബ്ദുല്ലാഹിബിൻ ഉമർ മുത്തബിഉസ് സുന്ന എന്ന സ്ഥാനത്തെത്തി. അബ്ദുല്ലാഹിബിൻ ജഅഫർ ജവാദ് എന്ന സ്ഥാനപ്പേര്, അഥവാ ധർമ്മിഷ്ഠൻ എന്ന പേര്, ആ സ്ഥാനപ്പേരിലേക്ക് എത്തി. അബ്ദുല്ലാഹിബിൻ സുബൈർ ഹിജാസിന്റെ ഗവർണർ. ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക, മദീന, തായിഫ് ഈ അടങ്ങുന്ന സ്ഥലം. ഏത് സമയത്ത്? ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ സമയം, അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി ഭരണം മുആവിയയിലേക്ക് എത്തി. ഇസ്ലാമിന്റെ ഭരണം മുആവിയയിലേക്ക് എത്തിയ സമയം ഉണ്ടല്ലോ, ആ സമയം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം, ഹിജ്റ 60 ശേഷം ഹജ്ജാജ് എന്ത് ചെയ്തു? അപ്പം ഹിജാസിന്റെ ഭരണാധികാരി അബ്ദുല്ലാഹിബിൻ സുബൈറായി. ആ ദുആന്റെ ഉത്തരം. ആ ഭരണം നടത്തുന്ന സമയം വലിയ ആഗ്രഹമുണ്ട് ഈ കഅബ ഈ രൂപത്തിൽ പണിയണം. ആ ദുആ അതാണല്ലോ. അങ്ങനെ കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. ഒരു കഅബ പൊളിച്ച് അത് മാറ്റാൻ വലിയ പ്രയാസമല്ലേ, കിട്ടുന്നില്ല. വേറൊരു സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന്, നമ്മളതിൽ വലിയ ഗുണപാടുണ്ട് നമുക്ക്, ഒന്ന് ശരിക്കും മനസ്സിലാക്കണം ആ സംഭവം. റസൂല് ഹിജ്റ വന്ന് മക്കയിൽ ഒരു രാത്രി അള്ളാഹും അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ, 2 ആൾക്കാർ ഇങ്ങനെ കഅബ നോക്കിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഭാര്യ ഭർത്താവാണ്. ഇങ്ങനെ സംസാരിക്കുന്നതിന് റസൂല് പറഞ്ഞു, ആയിഷ, നിന്റെ സമൂഹം പുതുതായി ഇസ്ലാമിലേക്ക് വന്നത് കൊണ്ടാണ് കഅബ നാം പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ ആ രൂപത്തിൽ ഉണ്ടാക്കാത്തത്. കാരണം അവർ പ്രശ്നം ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. കാരണം പുതിയ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കാരാണ്. ആ ഫിത്ന പേടിച്ചിട്ടാണ് ഞാൻ കഅബ പൊളിക്കാത്തത്. അല്ലെങ്കിൽ പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഉണ്ടാക്കിയ രൂപത്തിൽ ഉണ്ടാക്കുമായിരുന്നു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂല് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ രൂപത്തിൽ ഉണ്ടാക്കാതിരിക്കാൻ കാരണം എന്താണ്? ഫിത്ന ഭയന്നിട്ട്. ഇന്ന് സൗദി ഭരണകൂടം ആ പച്ചക്കുമ്പിയും അതൊക്കെ തച്ച് പൊളിക്കാത്ത എന്താണ്? ഫിത്ന ഭയന്നിട്ടാണ്. അത് തിരിയാത്തവൻ എന്ത് ചെയ്യും? കുറ്റം പറയും. ഒന്നുമില്ല, സലഫിയത്തിനോടുള്ള ദേഷ്യമാണ്, അതൊന്നുമില്ല. അത് മനസ്സിലാക്കേണ്ടതില്ല. പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണം അത് തിരിച്ചറിയാത്തവർ എന്ത് ചെയ്യും? ഇങ്ങനെ പല കാരണങ്ങളും പല കുറ്റങ്ങളും പണ്ഡിതന്മാരെ ആക്ഷേപിക്കലും, സൗദിയിലെ വലിയ വലിയ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നതൊക്കെ കാണാം. എന്ത് ഇതിനിട്ട് അറിയാത്തതുകൊണ്ടാണ്, വിവരമില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു മാപ്പായി കൊടുക്കട്ടെ. അപ്പം അബ്ദുല്ലാഹിബ്നു സുബൈർ ഇങ്ങനെ തക്കം കാത്തിരിക്കുകയാണ് ഇത് പൊളിക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയവരുണ്ടാക്കാനും. ഒരു ദിവസം അവിടെ ഇങ്ങനെ ബഖൂർ കത്തിക്കുന്ന ഒരാളുണ്ട്, കഅബയ്ക്ക് ചുറ്റും മണപ്പിക്കുന്ന ഒരാൾ കത്തിച്ചിട്ട്. അദ്ദേഹം കത്തിക്കുന്നതിനിടയിൽ കഅബയുടെ കില്ല കത്തിപ്പോയി, തീ പിടിച്ചു, കഅബ പൂർണ്ണമായും കത്തി നശിച്ചു. ഈ ഒരു അവസരം അദ്ദേഹം കാത്തിരുന്നു. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ത് ചെയ്തു? കഅബ പൂർണ്ണമായും പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ രൂപത്തിൽ ഉണ്ടാക്കി. പിന്നെ ഹജ്ജാജ് ബിൻ യൂസുഫ് വന്നു, മക്കത്തെ ഗവർണറായിട്ട് ഹജ്ജാജ് യസീദ് പറഞ്ഞ. ഹജ്ജാജ് ബിൻ യൂസുഫ് വന്ന്
അബ്ദുല്ലാഹിബ്നു സുബൈർ അന്വേഷിച്ചു. അപ്പം അദ്ദേഹം ഇബാദത്തിലായിരുന്നു, കഅബയുടെ ഉള്ളിലായിരുന്നു, ഇബാദത്തിലായിരുന്നു. പിടിച്ച് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് കഅബയുടെ മുറ്റത്ത് വെച്ചാണ് തല അറുത്തെടുക്കുന്നത്. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന സഹാബിയുടെ തല ഹജ്ജാജ് ബിൻ യൂസഫ് കഅബയുടെ മുമ്പ് നിന്നാണ് തല അറുത്തെടുക്കുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത്, ഒന്ന് മുആവിയക്കെതിരെ തിരിഞ്ഞു, ഖലീഫക്കെതിരെ തിരിഞ്ഞു. രണ്ട്, കഅബ പൊളിച്ചു. ഈ രണ്ട് കാരണം, അന്ന് റസൂൽ എന്ത് ഫിത്നയാണോ ഭയന്നത് അത് റസൂലിന്റെ ഉമ്മത്തിൽ തന്നെ സംഭവിച്ചു. ആ രണ്ട് കാരണങ്ങളും പിന്നെ കുറെ അതിനുശേഷം കുറെ കാരണങ്ങളും, അങ്ങനെ കുറെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഹജ്ജാജ് ബിൻ യൂസഫ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കഅബയുടെ മുറ്റത്ത് ഹറമിലിട്ടിട്ട് വധിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സഹാബി ഷഹീദാകുന്നത്. അപ്പൊ ഈ രീതിയിൽ കഅബ നിർമ്മിച്ചു. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് ഹിജ്ർ ഇസ്മായിൽ എന്നാണ് അറിയപ്പെടുക. ആ ഭാഗത്തിന് ഹിജ്ർ ഇസ്മായിൽ അത് അറിയപ്പെടാൻ കാരണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിലും ഇത് നിർമ്മിച്ചല്ലോ. നിർമ്മിച്ചതിന് ശേഷം ആ ഭാഗത്തായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇബാദത്തിന് വേണ്ടി ഇരുന്നിരുന്നത്. നിരന്തരമായിട്ട് ഇബാദത്ത് ചെയ്യാൻ ആ ഭാഗത്തായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇരുന്ന്. അതുകൊണ്ട് ഹിജ്ർ ഇസ്മായിൽ എന്ന് അതിന് പേര് വന്നത്. പിന്നെ ആ മലന്റെ മുകളിൽ നിന്നാണ് കല്ലുകൾ കൊണ്ടുവന്നത് ഈ കെട്ടി ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പം മകൻ ഇസ്മായിൽ കൊണ്ടുവരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു കല്ലിന്റെ മുകളിൽ ഇരുന്നിട്ട് അത് വെക്കും. ആ കല്ലാണ് ഇന്ന് മഖാം ഇബ്രാഹിം എന്നറിയപ്പെടുന്നത്. അതിൽ കാലിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സഹിഹ ഹദീത്തൊന്നും ഉണ്ടോയെന്ന് അറിയില്ല, അല്ലാഹു അലം, ചരിത്രത്തിന്റെ പിറകിൽ. പക്ഷെ മഖാം ഇബ്രാഹിം സ്ഥിരപ്പെട്ടതാണ്. ഇന്നുള്ളത് തന്നെയാണോ ആ പഴയതെന്നറിയില്ല. അതാണ് മഖാം ഇബ്രാഹിം. അത് ആ കല്ലും അവിടുത്തെ, ആ കല്ലിന്റെ കുറെ കറാമത്തുകളൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ കല്ല് ഇബ്രാഹിം അലൈഹി നിന്നാൽ സ്വയം വലുതാകുമായിരുന്നു, അതിന്റെ സ്ഥാനത്തെത്തുമായിരുന്നു. അങ്ങനെയൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതിന്റെ സിഹത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലാഹു അലം. അതാണ് മഖാമു ഇബ്രാഹിം. ആ കല്ലിന്നും അത് കഅബയുടെ അടുത്തായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആൾക്കാർ കൂടിയപ്പോൾ, ഹജ്ജിനൊക്കെ ആൾക്കാർ കൂടിയപ്പോൾ തവാഫിന് പ്രയാസമായപ്പോഴാണ് അത് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചത്. ഇതാണ് കഅബയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. കഅബ കഴിഞ്ഞാൽ പിന്നുള്ളത് മസ്ജിദുൽ ഹറാമാണ്. കഅബ വരെ അതിന് ചുറ്റുമുള്ള പള്ളി, അത് റസൂലിന്റെ കാലത്ത് എന്തില്ല, ഉണ്ടായിരുന്നില്ല. അത് ആദ്യമായിട്ട് കഅബയ്ക്ക് ചുറ്റും ആ പള്ളി നിർമ്മിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹു അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച് അതിന് ചുറ്റും പള്ളി കെട്ടി. ഉമർ റളിയല്ലാഹുവിന്റെ കാലശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആ പള്ളിക്ക് എന്ത് ചെയ്തു, കുറച്ചും കൂടി വിശാലത കൂട്ടി. അതിനുശേഷം ഉമവി ഭരണാധികാരി മർവാൻ ബിൻ അബ്ദുൽ മലിക് അവർ എന്ത് ചെയ്തു, കുറച്ചും കൂടി വിശാലത കൂട്ടി. അതിനുശേഷം വലീദ് ബിൻ അബ്ദുൽ മലിക്, ഇതൊക്കെ ഉമവി കാലഘട്ടത്തിലെ ഭരണാധികാരിയാണ്. പിന്നെ ഉസ്മാനിയാക്കൾ, പിന്നെ മൻസൂർ, അബ്ബാസി കാലഘട്ടത്തിൽ ആദ്യത്തെ ഭരണാധികാരി അബു മൻസൂർ അൽ മഹ്ദി അവര്, പിന്നെ ഉസ്മാനിയാക്കൾ, ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഉസ്മാനിയാക്കൾ, അവരും എന്ത് ചെയ്തു, വിശാലത കൂട്ടി. പിന്നെ ഉള്ളത് അവർക്ക് ശേഷം ഉസ്മാനിയാക്കൾ വിശാലത കൂട്ടിയതിന് ശേഷം പിന്നെ ആരാണ്, ആലു സൗദ്, ഇന്നത്തെ രാജകുടുംബം. അവർ ഇന്നും ആ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മസ്ജിദ് നബവിയുടെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു, ഓരോ രാജാക്കന്മാരും ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും കൈവക്കും. കാരണം അവർക്ക് ആ ഭരണം കിട്ടിയിട്ട് ദീനിന് വേണ്ടി ഇതാണ് ചെയ്യുക, അതല്ലേ കാലാകാലം ബാക്കിയാകുന്ന ഇബാദത്ത്, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അതിന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു, വികസനം വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് മസ്ജിദുൽ ഹറാം. ഈ പള്ളിയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 1,00,000 പ്രതിഫലമുണ്ട് എന്നുള്ളത്. പിന്നുള്ളത് അറഫ, മുസ്ദലിഫ. അറഫ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വർഷത്തിൽ ഒറ്റ പ്രാവശ്യം എന്നുള്ളതിന് ഇസ്ലാമിന് സ്ഥാനമുള്ളൂ. അതിലേക്ക് പിന്നെ സാധാരണ സ്ഥലമാണ്, ഒരു ഫضലുമില്ല. അറഫക്ക് അറഫ എന്ന് പേര് വരാൻ ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാനെയും അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ അവർ പരസ്പരം കണ്ട് തിരിച്ചറിഞ്ഞ സ്ഥലം അത് അറഫ മൈതാനിയിൽ വെച്ചാണ്. അതാണ് അറഫ, മനസ്സിലാക്കുന്ന അർത്ഥം. അറഫ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയതാണ് അറബിയിൽ അർത്ഥം. അപ്പോൾ അവിടെ വെച്ചാണ് അവർ പരസ്പരം മനസ്സിലാക്കിയത്. അതിനാണ് അറഫ എന്ന് പേര് വന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കുന്ന സ്വപ്നം കണ്ടു. ആദ്യം കാണുന്നത് ദുൽഹിജ്ജ 7 എന്നാണ്.
പിന്നെ 8-ന്റെ അന്നും കണ്ടു, പിന്നെ 9-ന്റെ അന്നും കണ്ടു, മൂന്നാമത്തെ പ്രാവശ്യം. അന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇത് അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള വഹയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കിയല്ലോ ദുൽഹിജ്ജ 9-ന്, അതാണ് അറഫ എന്ന് പേര് വന്നത്. എന്നിട്ട് പിന്നെ ദുൽഹിജ്ജ 10-ന്റെ അന്ന് രാവിലെയാണ് ഉസ്മാൻ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയും അതിന് അറഫ എന്ന് പേര് വന്ന് കാണാൻ കഴിയും. പിന്നെ മുസ്ദലിഫ, മുസ്ദലിഫ എന്ന് വാക്കിന്റെ അർത്ഥം, അതിന് മുസ്ദലിഫ എന്ന് പേര് വരാൻ കാരണം അടുത്തു എന്നർത്ഥമാണ്. അഥവാ ആദം ഹവ്വ ദമ്പതിമാര് ഭൂമിയിൽ വന്നിട്ട് അവർ അടുത്ത സ്ഥലമാണ് മുസ്ദലിഫ. അങ്ങനെ അതിന് മുസ്ദലിഫ എന്ന് പേര്. ഇതൊക്കെ എന്താണ്? ഹജ്ജിന്റെ അമലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. പിന്നെ മിനയില വെച്ചാണ് അറുത്തതെന്നാണ് കാണാൻ കഴിയുന്നത്. ഉസ്മാൻ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ കടത്തിയത് മിനയിലാണ്. ഈ മിനയും മുസ്ദലിഫയും ഹറമിന്റെ ഉള്ളിലാണ്. അറഫ ഹറമിന്റെ പുറത്താണ്. നമുക്ക് 3 തരംതിരിക്കാൻ കഴിയും. ഒന്ന് അഹ്ലുൽ ഹറം, മസ്ജിദുൽ ഹറമിലെ ആൾക്കാർ, അത് ഹറമിന്റെ ഉള്ളിൽ. 2 അഹ്ലുൽ ഹില്ല് എന്ന് പറയും. അഹ്ലുൽ ഹില്ല് എന്ന് പറഞ്ഞാൽ ഹറമിന്റെ പുറത്തും നമ്മുടെ മീഖാത്ത് ഉണ്ടല്ലോ, ഓരോ ദേശക്കാർക്ക് മീഖാത്ത് ഉണ്ടല്ലോ, ആ മീഖാത്തിന്റെയും ഹറമിന്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് അഹ്ലുൽ ഹില്ല്. 3ാമത്തത് അഹ്ലുൽ ആഫാഖ്, പുറത്തുള്ള ആൾക്കാർ. ഗാറു ഹിറ, ഗാറു സൗർ, ഇത് രണ്ടിനും ഇസ്ലാമിന്റെ ഒരു അമലുമായിട്ടൊന്നില്ല, ഒരു ബന്ധമില്ല. അത് ചരിത്ര സ്ഥലം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ മനസ്സിലാക്കുക. രണ്ടും എന്താണ്? മസ്ജിദുൽ ഹറമിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിലാണ് ഗാറു ഹിറയും ഗാറു സൗറും. അതിന് ചരിത്രങ്ങൾ വേറെയാണ്. റസൂലിന് വഹി ഇറങ്ങിയത് ഗാറു ഹിറയിലാണ്. റസൂല് ഹിജറ പോകുമ്പോൾ 3 ദിവസം ഒളിച്ച് താമസിച്ചത് ഗാറു സൗറിലാണ്, അബൂബക്കർ സിദ്ദീഖും റസൂലും. അവിടെ എന്തില്ല, ഒരു ഇബാദത്തും പ്രത്യേകമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മശ്റൂആക്കിയിട്ടില്ല, നിയമമാക്കിയിട്ടില്ല. ഇന്ന് അവിടെ എന്തൊക്കെയോ ഖുറാഫാത്തുകൾ നടക്കുന്നുണ്ട്. അവിടെ ചില ആൾക്കാർ അടുത്ത കല്ലെടുത്ത് മുത്തലും, അടുത്ത മണ്ണ് കൊണ്ടെടുത്തും, ചെറിയ ചരൽക്കല്ല് കൊണ്ടുവരലും, അതിലൊന്നും എന്തില്ല, ഒരു ബർക്കത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതൊന്നും ചെയ്യേണ്ടതല്ല. ചരിത്ര സ്ഥലം എന്ന രീതിയിൽ എന്ത് ചെയ്യാം, സന്ദർശിക്കാം. അടുത്തത് മഖ്ബറത്തുൽ മുഅല്ല, മക്കത്തെ ഖബർസ്ഥാനാണ്. മദീനത്തത് എന്താണ്, ബഖീഉൽ ഗർഖദ് എന്ന് പറയാ. ബഖീഉൽ ഗർഖദ് അവിടെയാണ് ധാരാളം സഹാബാക്കൾ ഉള്ളത്. ഇവിടെ മക്കത്തുള്ളത് ഏതാനും ചില സഹാബാക്കളാണ്. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് ഉമ്മുന ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസിം എന്ന മകനും അബ്ദുള്ള എന്ന മകനും ഈ മഖ്ബറത്തുൽ മുഅല്ലയിലാണ്. അത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ കഴിയുമ്പോൾ സിയാറത്ത് ചെയ്യാം. ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ നിസ്ഫുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പകുതി എന്നറിയപ്പെട്ട ആളാണ് ചരിത്രത്തിൽ. കാരണം ആദ്യമായിട്ട് ഖുർആൻ കേട്ട ആള്, ആദ്യമായിട്ട് റസൂലിനെ സത്യപ്പെടുത്തിയ ആള്, ആദ്യമായിട്ട് റസൂലിന്റെ റിസാലത്ത് വിശ്വസിച്ച ആള്. അങ്ങനെ എല്ലാ ബഹുമതിയും ഖദീജ റളിയല്ലാഹു അൻഹ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യമേ റസൂലിനോട് സഹകരിച്ചത്, റസൂലിനെ സ്നേഹിച്ചത്, റസൂലിനെ സഹായിച്ചത്, എല്ലാം കൊണ്ടും എല്ലാ ഫضലും നേടിയെടുത്ത മഹദിയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ, ആദ്യത്തെ റസൂലിന്റെ ഭാര്യ. എല്ലാം കൊണ്ടും എല്ലാം. റസൂൽ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന്റെ സ്നേഹത്തിൽ, ഖദീജാനുള്ള സ്നേഹത്തിൽ ആയിഷക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, ആയിഷ, ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ എൻ്റെ ഖദീജ എന്നെ സത്യപ്പെടുത്തി. ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോൾ എൻ്റെ ഖദീജ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങളൊക്കെ എന്നെ സമ്പത്ത് തടഞ്ഞപ്പോൾ എൻ്റെ ഖദീജ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു. അള്ളാഹു എൻ്റെ മറ്റുള്ള ഭാര്യമാരിൽ നിന്ന് എനിക്ക് മക്കളെ അള്ളാഹു തരാതിരുന്നപ്പോൾ ഖദീജയിൽ നിന്ന് എനിക്ക് എൻ്റെ മക്കൾ അള്ളാഹു തന്നു. ഇതൊക്കെ ഖദീജ തന്നെ ഫضലാണ്. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂൽ, അത് ഖദീജയാണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഖദീജനെ അറിയിക്കണം. നോക്കി, ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹിന്റെ ഭാഗത്ത് നിന്നുള്ള സലാം അറിയിക്കണം. വമിന്നി, എന്നിൽ നിന്നും സലാം അറിയിക്കണം. അതാണ് ഖദീജന്റെ സ്ഥാനം. നിസ്ഫുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നേരെ പകുതി എന്നറിയപ്പെട്ട വനിതയാണ്. നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ് ഖദീജയുടെ ചരിത്രം. ഇൻഷാ അല്ലാഹ് അത്രയും വലിയ സ്ഥാനമുണ്ട്. സ്വർഗത്തിലൊരു വീടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പ്രയാസമില്ല, ക്ഷീണമില്ല, ഒച്ചപ്പാടും ബഹളവും ഇല്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയ അന്ന് മുതൽ
സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല. പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, അത്രയും സഹിച്ചു. അവസാനം മരണപ്പെടാൻ കാരണമായിട്ട് പറയുന്നത് ഷുഐബ് അബി താലിബിലെ 3 വർഷത്തെ ആ കഠിനമായ തടവാണ്. 3 വർഷം അവിടുന്നാണ് ഖദീജ രോഗിയാകുന്നതും അതിനുശേഷമാണ് വഫാത്താകുന്നത്. പ്രയാസങ്ങൾ, ആ പ്രയാസം ഇല്ലാതിരിക്കുക, അതിന്റെ പകരമാണ് അള്ളാഹു കൊടുത്തത്. ബൈത്തുൻ ഫിൽ ജന്നതി ലാ നസബ ഫീഹാ വലാ ഖസബ്. അവിടെ എന്തില്ല, ഒച്ചപ്പാടും ബഹളവും ഇല്ല, ക്ഷീണവുമില്ല. ആ സ്ഥാനം അള്ളാഹു തിരിച്ചു പകരം കൊടുത്തു. ഖദീജ റളിയല്ലാഹു അൻഹ. മഹദിയുടെ ഖബർ മഖ്ബറത്തുൽ മുഅല്ലയില. ഇതാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ കഅബ, അതെന്തെയും ഇനിയും പൊളിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളാകുന്നതിന്റെ മുമ്പ് ദുസ്സുവൈഖതൈൻ എന്നൊരു രാജാവ് ആ കഅബ ഓരോ കല്ലുകളും ഇളക്കി ഇളക്കി അതിനെ കൊണ്ടുപോകും. അദ്ദേഹം ഹബിഷക്കാരനായ അവസാനത്തെ രാജാവാണ്, ഭൂമിയിലുള്ള അവസാനത്തെ രാജാവാണ് അവൻ. ഹബിഷക്കാരനാണ്. ഹബിഷ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുഡാൻ, എത്യോപ്യ, ആ സ്ഥലങ്ങൾ, അതാണ് ഹബിഷ. ഹബിഷക്കാർ. അതുപോലെ തന്നെ ഈ ഹബിഷക്കാര് നജ്ജാഷി ഉണ്ടല്ലോ, നമ്മുടെ അബ്രഹത്ത് ആനക്കലഹത്തിന് വന്നല്ലോ, കാബ പൊളിക്കാൻ വന്നല്ലോ അബ്രഹത്ത്. അപ്പൊ അബ്രഹത്തിന് ആനകളെ കൊടുത്തത് നജ്ജാഷി രാജാവാണ്. നജ്ജാഷി എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലത്ത് ഉണ്ടായ നജ്ജാഷി അല്ല, അത് ആ യമൻ ഭരിച്ച ആൾക്കാരുടെ സ്ഥാനപ്പേരാണ്, രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. ഇപ്പൊ മിസ്രിലെ രാജാവ് ഫിറഔൻ, ഇപ്പൊ കിസ്റ, കൈസർ, അങ്ങനെയൊക്കെ ഇല്ല, അതേപോലെ നജ്ജാഷി. അപ്പൊ അന്നുണ്ടായ ആ നജ്ജാഷി രാജാവാണ് ആനകളെ കൊടുത്ത് സഹായിച്ചത്. ഓന്റെ പിന്തലമുറക്കാരനാണ് ആര്? ഇവൻ ദുസ്സുവൈഖതൈൻ എന്ന് പറഞ്ഞത്. കാബ പൊളിക്കും, അതിന്റെ ഓരോ കല്ലുകളും ഇളക്കി മാറ്റും. ഒന്നും കാബ ഇല്ലാത്ത രീതിയിൽ കാബ നശിപ്പിക്കപ്പെടും. എന്നിട്ട് എന്ത് ചെയ്തു? ഖിയാമത്ത് നാള് സംഭവിക്കുകയുള്ളൂ. ഹജ്ജും ഉംറയും ഇല്ലാത്തൊരു കാലം വരും. അതിനുശേഷമാണ് ഖിയാമത്ത് നാള് സംഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നുള്ളത് സഫ മറുവ. അത് ആ ചരിത്ര സംബന്ധം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇന്നെന്താണ്? സഅയ്, ഉംറയുടെയും ഹജ്ജിന്റെയും ഒരു ഇബാദത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ബാക്കിയാക്കി. ചുരുക്കത്തിൽ നോക്കുമ്പോൾ ഹജ്ജ് എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ഓർമ്മയാണ്. എല്ലാ അമലും ആ കുടുംബവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു, തീരുമാനിച്ചു. അല്ലാഹു അലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.